അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ ശഅബാൻ മാസം ഏതാനും ദിനങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത്. ഇനി നമുക്ക് കടന്നു വരാനുള്ള അതിമഹത്തായ പരിശുദ്ധ റമളാൻ മാസം. ആ റമളാൻ മാസം നമുക്ക് ആഗതമാകുമ്പോൾ നല്ല മനസ്സോടുകൂടി പരിശുദ്ധ റമളാനിനെ വരവേൽക്കണം. റമളാനിൽ ധാരാളം നന്മകൾ ചെയ്യണം. പരിശുദ്ധ റമളാന് കൊണ്ട് വിജയിക്കണം. പരിശുദ്ധ ലൈലത്തുൽ ഖദ്ർ കിട്ടിയവരെ കൂട്ടത്തിൽ നമുക്കും ചേരണം. അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ഒരുപാട് റമളാനുകൾ നമുക്ക് അല്ലാഹു എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അതിപ്രധാനപ്പെട്ട വിഷയം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ദിവസേന ഒരാൾ പ്രഭാത സമയത്ത് സുബഹി നിസ്കാരത്തിന് ശേഷവും അതേപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും ഈ പറയാൻ പോകുന്ന 4 ആയത്തുകൾ ഒരാൾക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന മഹത്വങ്ങൾ വല്ലാത്ത അത്ഭുതമാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പിന്നെ സൂചിപ്പിക്കാം. ഈ പറയാൻ പോകുന്ന 4 ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ, ഒരു തവണ പാരായണം ചെയ്താൽ വക്കലല്ലാഹു ബിഹി 70,000 മലക്കിൻ യുസല്ലൂന അലൈഹി ഹത്താ യുംസിയ വഇൻ മാത ഫീ ദാലിക്കൽ യൗമി മാത ഷഹീദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകൾ ഒറ്റ തെറ്റുപോലും ചെയ്യാത്ത പാവസുരക്ഷിതരായ മഹാന്മാരായ മലക്കുകൾ അല്ലാഹു തആല 70,000 മലക്കുകൾ അല്ലാഹു തആല ചുമതലപ്പെടുത്തുകയാണ്, ഏൽപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള പാവങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടിയുള്ള ദുആഉമായി അല്ലാഹു തആല അവരെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവിനോട് അവർ ഈ മനുഷ്യന് വേണ്ട ധാരാളം നന്മകൾ ലഭിക്കാൻ, ഒരുപാട് ഖൈറാത്തുകൾ ലഭിക്കാൻ, മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെ എല്ലാത്തിനും അവർ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വൈകുന്നേരം വരേക്കും. അന്ന് അദ്ദേഹം മഗ്‌രിബ് വാങ്ങുവരേക്കും, അവർ രാവിലെ ഓതിയ മഗ്‌രിബ് വാങ്ങുവരേക്കും അവർ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ആ രാത്രിയിൽ ആ ഒരു പകൽ സമയത്ത് അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അദ്ദേഹം മാത ഷഹീദ, ഷഹീദിന്റെ പ്രതിഫലം ലഭിച്ചിട്ടാണ് മരിക്കുക. യുദ്ധത്തിൽ കഠിനാധ്വാനം ചെയ്തു, യുദ്ധം ചെയ്ത് ഈ ഭൂമിയിൽ വെച്ച് ഷഹീദായി പോയ ശുഹദാക്കളുടെ മഹത്വമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇതേ ഒരു സ്ഥാനമാണ് മഗ്‌രിബ് മഗ്‌രിബിന് ശേഷം ഓതി പിറ്റേ ദിവസം രാവിലെ സുബഹി ബാങ്കിന് മുമ്പായി ഒരാൾക്ക് അല്ലാഹു അദ്ദേഹത്തിന്റെ മരണം കണക്കാക്കുകയാണെങ്കിൽ ആ മരിപ്പ് ഷഹീദിന്റെ പ്രതിഫലം ലഭിച്ചിട്ടുള്ള മരണമാണ്. ആ മനുഷ്യന് വേണ്ടി ആ രാത്രികളിൽ 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഏതാണ് ആ ആയത്തുകൾ? ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുന്നു, മൻ ഖാല ഹീന യുസ്ബിഹു 3 മററാത്തിൻ അഊദു ബില്ലാഹി സമീഇൽ അലീം أعوذ بالله السميع العليم من الشيطان الرجيم أعوذ بالله السميع العليم من الشيطان الرجيم. ഇങ്ങനെ 3 പ്രാവശ്യം പറയണം. ഇതേപോലെ തന്നെ പറയണം അഊദിനെ. പിന്നെ ബിസ്മി കൂട്ടി സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകൾ പാരായണം ചെയ്യണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم سلام على نوح وهو العزيز الحكيم نوريكم ഒരാൾ ഈ 3 ആയത്തുകൾ, ഈ 4 ആയത്തുകൾ ഒരു തവണ ഓതി
എന്നാൽ ഈ പറയപ്പെട്ട മഹത്വങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും ഈ പറയപ്പെട്ട 4 ആയത്തുകൾ പ്രഭാത സമയത്തും അതേപോലെ തന്നെ വൈകുന്നേര സമയത്തും എല്ലാവരും പാരായണം ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.